ഞാൻ എയറിലാണ്, ഞാൻ എന്നും എയറിലാണ്. ഞാൻ എപ്പോഴാണ് താഴെ ഇറങ്ങല്? ഇന്നലെ ഏറി നിങ്ങോട്ട് ഇറങ്ങി, എന്നെ അങ്ങോട്ട് വിടല്ലേ. അതോട് എനിക്കിതൊരു പുത്തരിയല്ല. എല്ലാരും കേട്ടല്ലോ. എന്നെ ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില മഹാന്മാരും മഹതികളൊക്കെ ഇപ്പോൾ ഇവിടെ വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റണല്ലോ അണ്ണ, അതുകൊണ്ടാ ക്ഷമി. നമുക്ക് സഹിക്കാൻ പറ്റല്ലേ. അത് ഞാൻ കുറെ കണ്ടത്. ഇതിനു മുമ്പും ഞാൻ കുറെ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. ഞാൻ എന്റെ ചാനലിലേക്ക് ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഗിമിക്കുകളും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. സബ്സ്ക്രൈബേഴ്സ് ഓർ എന്റെ വ്യൂവേഴ്സ് അവര് വന്നത് ഞാൻ വിളിച്ചു കൂട്ടി വന്നതല്ല. ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത്? പേഴ്സണലി എന്തെങ്കിലും ഒരു കണ്ടന്റ് അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർ റിവെഞ്ച് മോഡ് ഓൺ ആക്കി വെക്കും. ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല, സത്യമാണ് കേട്ടോ. ഞാൻ ഏറെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചാടിത്തുള്ളി വരും ചില ദേവദാസിമാരും ചില പ്ലക്കികളും. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി ഹരാസ് ചെയ്തിട്ടില്ല. വേറെ വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല, മോശം തമ്നെയിൽ ഇട്ടിട്ടില്ല, ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതൊരു ചെറിയ കാര്യമാണോ? എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ ചീത്ത പറയാം, എന്തു ആവാം. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. സുനിത ദേവദാസിയുടെ വീഡിയോ, സ്ത്രീകളോട് അല്പം കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. അഷ്കർ പ്ലക്കിയുടെ വീഡിയോ, റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന രാക്ഷസനും രാക്ഷസികളും ഒക്കെ കുറെ ഉണ്ട് ചുറ്റും. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്.